നേതാക്കൾ നാവടക്കണം. CPM വിരുദ്ധമായ പരസ്യ പ്രസ്താവന പാടില്ല. സജി ചെറിയാനും ബാലനും പരോക്ഷ വിമർശനം. ഒരു വശത്ത് നേതാക്കന്മാർ പലതും വെട്ടിത്തുറന്ന് പറയുന്നു, മറുവശത്ത് നിയന്ത്രിക്കണമെന്ന് പാർട്ടി. ഏതായാലും CPM-നുള്ളിലെ പൊരിഞ്ഞയടി പലപ്പോഴായി മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ നാവടക്കണമെന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല. അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകി. മന്ത്രി സജി ചെറിയാന്റെയും AK ബാലന്റെയും പ്രസ്താവനകൾ വിവാദമായ സാഹചര്യത്തിലാണ് നിർദ്ദേശം. സജി ചെറിയാന്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കാൻ ശ്രദ്ധിക്കണമെന്നും അഭിപ്രായമുണ്ടായി. മലപ്പുറത്തെയും കാസർകോട്ടെയും ജനപ്രതിനിധികളുടെ പേരുകൊണ്ട് മതം തിരിയണമെന്ന തരത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശം വിവാദമായതോടെ സജി ചെറിയാൻ തന്റെ വാക്കുകൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയിൽ നിന്നും സമൂഹത്തിൽ നിന്നാകെയും എതിർപ്പുയരുകയും വിവിധ മുസ്ലിം സംഘടനകൾ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചത്. പ്രസ്താവന വളച്ചൊടിച്ചെന്ന് വിശദീകരിച്ച മന്ത്രി, പക്ഷെ താൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള ബാലന്റെ പ്രസ്താവനയാണ് വിവാദമായത്. മുതിർന്ന നേതാവ് AK ബാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ വായ തുറക്കരുതെന്ന് നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ ഉടൻ പാർട്ടി നടപടി ഉണ്ടാകും. നാളെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റും മറ്റന്നാൾ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് നടപടി തീരുമാനിക്കും. കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയേക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടെ നടപടി പ്രഖ്യാപിക്കും.